കുറച്ച് ദിവസം മുന്നേ എൻ്റെ അടുത്തൊരു ക്ലയൻറ്റ് വന്നിരുന്നു. അവരുടെ വീട്ടിൽ കുറേ ബാധദോഷങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ കുറേ സ്ഥലങ്ങളിൽ പോയിട്ട് പൂജകളും വഴിപാടുകളൊക്കെ ചെയ്ത് ഒരുപാട് പൈസ കളഞ്ഞു. പക്ഷേ ചെയ്യുമ്പോൾ ഒന്ന് കുറയും, പ്രശ്നം വീണ്ടും വരും. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ വിളിച്ചിട്ട് ചോദിച്ചു, സാറേ അതെന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് വിശദമായിട്ട് പരിശോധിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ അവർക്കൊരു ഐഡിയ പറഞ്ഞു കൊടുത്തു. നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അതിന് മുമ്പായിട്ട് എന്താണ് കാര്യം എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വന്നാൽ മതി. എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എല്ലാവരെയും കൂടി ചെയ്യാൻ പറ്റത്തില്ല. കാരണം ആളുകളുടെ ശരീരത്തിലുള്ള എനർജിയുടെ ഇഷ്യൂ ആണെങ്കിൽ എനിക്ക് ഈസി ആയിട്ട് മാറ്റാൻ പറ്റും. പക്ഷേ നിങ്ങളുടെ പ്രശ്നം അതല്ല, നിങ്ങളുടെ വീട്ടിൽ തന്നെയാണ്, നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിനാണ് പ്രശ്നം. സ്ഥലബാധയുണ്ട്, സ്ഥലത്ത് എന്തോ ഒരു വിഷയങ്ങളുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ചെയ്യാനായിട്ട് മുഴുവനായിട്ടും പ്രായോഗികമായിട്ട് നടപ്പിലാകുമെന്ന് എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ചെയ്ത് നോക്കാം, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് നമ്മളൊരു ടിപ്പ് പറഞ്ഞു കൊടുത്തു, ഇന്നപോലൊരു കാര്യം ചെയ്യൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവരത് ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞ പോലെ ചെയ്തു നോക്കി. വളരെ വ്യത്യാസമുണ്ട്, വളരെ മാറ്റങ്ങളുണ്ട് വീട്ടിൽ. ആൾ തമ്മിൽ ഭയങ്കര വഴക്കായിരുന്നു വീട്ടിൽ. ഇപ്പോൾ ആ വഴക്കെല്ലാം മാറിയിട്ട് തമ്മിൽ അങ്ങോട്ട് കൊടുക്കുക, സംസാരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. വീട്ടിലൊരു ശാന്തി, സമാധാനം, സന്തോഷമൊക്കെ കാണുന്നുണ്ട്. മറ്റത് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഭക്ഷണം പാകം ചെയ്യാനോ അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കാനോ ഭക്ഷണം കഴിക്കാനോ എന്നുള്ളൊരു മൂടുണ്ടാവില്ല. അങ്ങനെ ഒത്തിരി വിഷയങ്ങൾ അവരുടെ കുടുംബത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ന് വിളിച്ചിട്ട് പറയുകയാണ്, ഇത്ര ദിവസം കൊണ്ട് തന്നെ ഇന്ന പോലെ മാറ്റങ്ങൾ സംഭവിച്ചു. പിന്നെ അവരുടെ ബിസിനസ്സാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫാമിലി ഒരു ബിസിനസ്സുണ്ട്, നല്ല രീതിയിൽ പോയിരുന്ന ബിസിനസ്സാണ്. ആ ബിസിനസ്സിൽ വരെ വളരെയധികം വന്നതകൾ സംഭവിച്ചു. ബിസിനസ് ഇല്ല ഇപ്പം, ശരിക്കും പറഞ്ഞാൽ അത് നിലനിന്ന് പോകാനുള്ള ഒരു അവസ്ഥ പോലും ഇല്ലാത്ത ഒരു ഗതികേടിലേക്ക് അവരെത്തി എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമതായിട്ട് അവർക്കൊരു ശത്രുബാധ ഉണ്ടായിരുന്നു. കാരണം ഇവരുടെ ആ ഒരു ബിസിനസ്സിന് സമാനമായ സ്വഭാവമുള്ള വേറൊരു ബിസിനസ് അവരുടെ ഇത് അടുത്ത് വന്നു, സ്റ്റാർട്ട് ചെയ്തു വേറൊരാൾ. അപ്പോൾ അതിൻ്റേതായ ഒരു ദോഷം, ശത്രുദോഷം, അയാൾ ബിസിനസ് കിട്ടാൻ വേണ്ടിയിട്ട് ആകർഷിക്കാനുള്ള എന്തൊക്കെയോ പണികൾ ചെയ്ത് ഇവരുടെ ബിസിനസ് കച്ചവടം പോയി. ഒന്നത്. രണ്ടാമത്തെ ഭാഗം ഇവർ താമസിക്കുന്ന വീട്ടിലും അതേപോലെയുള്ള കുറച്ച് വിഷയങ്ങളുണ്ടായിരുന്നു. അതായത് ചില ശക്തികൾ, എനർജീസ് സഞ്ചരിക്കുന്ന ഒരു വഴിയിലാണ് അവരുടെ വീടിരിക്കുന്നത്. അതെനിക്ക് തോന്നിയത്, അങ്ങനെ ഒരു വിഷനിൽ എനിക്ക് കിട്ടി. അപ്പോൾ അവരുടെ വഴിക്ക് ഇങ്ങനെ ആ എനർജി ഇങ്ങനെ വരുന്ന സമയത്ത് അവിടെ വീടിരിക്കല്ലേ, തടസ്സമല്ലേ. അപ്പോൾ ആ തടസ്സം വരുമ്പോൾ അവരുടേതായ ഒരു ആങ്കർ എനർജി അവിടെ വർക്കാവും. അപ്പോൾ ആ വീട്ടിൽ ഇരിക്കുന്നവർക്ക് ഭയങ്കര സംഭ്രമവും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും. നമ്മളെപ്പോഴും മനസ്സിലാക്കുക, നമ്മളെ മനുഷ്യൻ്റെ മാത്രമല്ല ഈ ഭൂമി, ഇത് ഒരുപാട് ശക്തികളും എനർജികളും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സഞ്ചരിക്കുന്ന ഒരു സ്ഥലമാണിത്. സർപ്പങ്ങളുണ്ട്, അല്ലെങ്കിൽ അതുപോലുള്ള എനർജീസ് ഉണ്ട്, ദേവീദേവന്മാരുണ്ട്, എല്ലാവരും ഉണ്ട് ഇവിടെ, എല്ലാ ആളും ഉണ്ട് ഇവിടെ. നമുക്കത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ, പക്ഷേ അവരെല്ലാം ഉണ്ട്. അപ്പോൾ അവർക്കും കൂടി അനുയോജ്യമായ രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ ഒരു സഞ്ചാരപഥത്തിൽ നമ്മൾ വീട് വെക്കാതിരിക്കുക, അല്ലെങ്കിൽ അതേപോലെ അവരെ ഉപദ്രവിക്കാത്ത രീതിയിൽ നമുക്ക് ജീവിക്കാം. ഒരു കുഴപ്പമില്ല. ആക്ച്വലി അവരുടെയാണ് സ്ഥലം, അവർക്കാണ് മുൻതൂക്കം എന്ന് നമ്മൾ മനസ്സിലാക്കുക. മനുഷ്യനല്ല, അവരുടെയാണ്, നാഗങ്ങളുടെയാണ് ഭൂമി ഇട്ടോക്കി പറഞ്ഞത്. അവിടെ വന്നിട്ടാണ് നമ്മൾ വീട് വെക്കുന്നത്. അപ്പോൾ ആ വീട് വെക്കുമ്പോൾ അവർക്ക് ഉപദ്രവമില്ലാത്ത രീതിയിൽ, ശല്യമില്ലാത്ത രീതിയിൽ നമ്മളത് നിർമ്മിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റും. ഇതില്ലെങ്കിൽ ഇത്രയും പൈസ മുടക്കി, ലക്ഷക്കണക്കിന് രൂപ മുടക്കി നമ്മൾ ഒരു വീട് വെക്കുന്നു, അതിനുള്ളിൽ നമുക്ക് കിടന്നുറങ്ങാൻ പോലും പറ്റത്തില്ല. അതുപോലെ തന്നെ ആളുകൾ പൊതുവേ സാമ്പത്തികം നന്നായിട്ടുള്ള ആളുകളൊക്കെ ഒരുപാട് വലിയ വലിപ്പമുള്ള വീട്ടിൽ വെക്കുന്നു. ഇപ്പോൾ ഞാൻ ഈ അടുത്ത് ഒരു ആളുടെ വീട് ഇതുപോലെ ഞാൻ കാണാനിട വന്നു. പക്ഷേ ആ വീട്ടിൽ വന്നതിന് ശേഷം അവർക്ക് പൈസ കയ്യിൽ നിൽക്കില്ല, പൈസ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ അവർക്ക് വിശ്വാസമൊന്നുമുള്ള ആൾക്കാരല്ല, വാസ്തുശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അതിനെപ്പറ്റി പറയാൻ പോയില്ല. അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞിങ്ങനെ പൈസ ഇപ്പോഴും ടൈറ്റാണ്, ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ അവിടെ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ ജസ്റ്റ് ആ വീടെന്ന് വെറുതെ ഒന്നിങ്ങനെ നടന്ന് നോക്കി കഴിഞ്ഞപ്പോൾ അവരുടെ അടുക്കള വിശാലമായ അടുക്കളയാണ്. എന്ന് വെച്ചാൽ സാധാരണ നമ്മുടെ ബെഡ്റൂമിനേക്കാളും ഭയങ്കര
വലിപ്പത്തിലാണ് അടുക്കള നിർമ്മിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനങ്ങനെ ഒരു ടച്ച് ശാസ്ത്രം അറിയാവുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു ഇങ്ങനെ ഒരു സംഭവം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു സംശയിക്കേണ്ട, അത് തന്നെയാണ് കാര്യം. ഞാൻ ടച്ച് ശാസ്ത്രമൊന്നും പഠിച്ചാണെന്നല്ല കേട്ടോ, ഞാൻ പക്ഷേ എൻ്റെ ഇൻറ്റ്യൂഷൻ കൊണ്ട് ഞാനിങ്ങനെ മനസ്സിലാക്കുന്നതാണ് ചില കാര്യങ്ങൾ. ബെഡ്റൂമിനേക്കാളും വലുത് അടുക്കള വന്നാൽ ധനം നിൽക്കത്തില്ല. അടുക്കള വഴി പൈസ ഇങ്ങനെ പോയി ചിലവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. ഏതെങ്കിലും വഴിക്ക് പോകും പൈസ. അപ്പോൾ അടുക്കള നമ്മൾ ചെറുത് നിർമ്മിക്കാം. ചെറിയ അടുക്കള ആകുമ്പോൾ അവിടെ പെരുമാറുന്ന സ്ത്രീകൾക്കും ആരോഗ്യം ഉണ്ടാവും. അല്ലെങ്കിൽ ഇത്രയും വലിയ അടുക്കളയിൽ നടക്കുമ്പോൾ കാലുവേദന വരും. ചെറിയ സ്പേസ് ആകുമ്പോൾ നിന്ന് അങ്ങോട്ടും എളുപ്പത്തിൽ പാചകം ചെയ്യാൻ ഇങ്ങനെ അധികം നടക്കണ്ട. അതല്ലെങ്കിൽ അവർ അത്രയധികം സ്ട്രഗിൾ ചെയ്ത് അങ്ങോട്ടും ഓടിച്ചാടി നടക്കുമ്പോൾ കാലുവേദന മുട്ടുവേദനയൊക്കെ വരും. കാരണം അത്ര ടെൻഷനിലാണ് ഈ നമ്മളുടെ സ്ത്രീകൾ അടുക്കളയിൽ ജോലി ചെയ്യുന്നത്. കാരണം എത്രയും വേഗത്തിൽ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കണം, വേറെയും കാര്യങ്ങളുണ്ട്, വീട് വൃത്തിയാക്കണം, അല്ലെങ്കിൽ വീട്ടിലുള്ള ആളുകൾ വരുമ്പോൾ അവർക്ക് ഭക്ഷണം പാകം ചെയ്യേണ്ട ആ സമയത്ത് തന്നെ കൊടുക്കണം. ഇതൊക്കെ നമ്മൾ പുരുഷന്മാർ കാണേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അടുക്കള നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഒരുപാട് വിശാലമായ അടുക്കള നിർമ്മിക്കാതെ കണക്ക് പ്രകാരമുള്ള അടുക്കള അത്രേ വേണ്ടൂ. കാരണം അത് അടുക്കളയല്ലേ, നമ്മൾ പെണ്ണുങ്ങൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതല്ലേ, വിശാലമായിട്ട് അങ്ങോട്ട് ഇരിക്കട്ടെ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അത് ശുദ്ധ മണ്ടത്തരമായിട്ടാണ് തച്ചുശാസ്ത്രക്കാർ പറയുന്നത്. ശരിയാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് നന്നായിട്ട് പഠിച്ചിട്ട് ചെയ്യുക. ഇത്തരം കാര്യങ്ങളെപ്പറ്റി പഠിക്കുക, പണിതാളുടെ വീടുകളിൽ പോയി കാണുക, എന്നിട്ട് ചോദിക്കുക. പലരും പറയില്ല, സത്യം പറയില്ല, എന്നാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ചെല്ലുമ്പോൾ. ഇതൊക്കെ നോക്കിയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് പണലാഭം ഉണ്ടാവും. ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരുപാട് പൈസ ചിലവഴിക്കേണ്ട. അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെയാണ് ആരോഗ്യം. ഇപ്പോൾ ആർഗ്യുമെൻറ്റ് ചെയ്യുന്ന ആൾക്കാരോടാണ് ഈ പറയുന്നത്, ആരോഗ്യം നിങ്ങളുടെ മാത്രമാണ്, എൻ്റെ അല്ല, അല്ലെങ്കിൽ കേൾക്കുന്ന മറ്റുള്ള ആൾക്കാരുടെ അല്ല, നിങ്ങളുടെ മാത്രം ആരോഗ്യമാണ്. അത് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്ക് തന്നെയാണ്. നമ്മളുടെ ആത്മാവിനിരിക്കാനുള്ള ഒരു വാഹനമാണ് നമ്മുടെ ബോഡി. നമ്മൾക്കൊരു സമയമുണ്ട് മരിക്കുന്നതിന്. ഇപ്പോൾ 80 വയസ്സാണെങ്കിൽ ആ 80 വയസ്സ് വരെയും ഇതേപോലെ തന്നെ നമുക്ക് ആരോഗ്യം ഫുൾ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ സാധിച്ചാൽ അതിൽ പരം വേറെ ഒരു ഭാഗ്യവും നിങ്ങൾക്ക് കിട്ടാനില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അതിന് പ്രാധാന്യം കൊടുക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അനുഷ്ഠിക്കാൻ ശ്രമിക്കുക. അത്ര എനിക്ക് പറയാനുള്ളത്. ഞാൻ ആ ഒരു പാതയിൽ പോകുന്നതാണ്. സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പിനെസ് എപ്പോഴും നമ്മൾ സൂക്ഷിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്.